എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? ഉമ്മാൻ്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. 18 വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പോലും വരാൻ താല്പര്യപ്പെടില്ലേ. കാരണം എൻ്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടിയൊരു ഉമ്മ ഇന്നാണ് നമ്മൾ ചിരിക്കുന്നത് കണ്ടത്. ഇത്രയും ദിവസം കണ്ണീര് നിന്ന അമ്മ ഇന്ന് ചിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഞാൻ സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ റഹീം നാട്ടിൽ വരണം. ഈ റഹീം നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടത്. നമുക്ക് നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് 34 കോടിയിലധികം ഇനിയിപ്പോഴും ആളുകൾ ക്യാഷ് തരട്ടെ, ക്യാഷ് കൊണ്ട് ഞങ്ങൾ റഹീമിന് വേണ്ടിയിട്ട് പിന്നെ കരുതിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിർവാഹമില്ലല്ലോ. ഏതായാലും 34 കോടി എത്തിച്ച് തന്ന എല്ലാവർക്കും, അതിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും, കുടുംബത്തിൻ്റെയും നാട്ടുകാരെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വർഷത്തിന് ശേഷം ഇന്നാണ് ഉമ്മ ഒന്ന് ചിരിച്ച് കാണുന്നതാണോ? അതെ അതെ, ഇന്നാണെന്ന് ഒരു ചിരി കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾ മീഡിയക്കാരൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നതാണ് ഉമ്മാൻ്റെ കണ്ണീര്. ഈ സമൂഹം, ഈ ലോകത്ത് വരെ ഉമ്മാൻ്റെ കണ്ണീരിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഈ 34 കോടിയിലെത്തിയത്. ഉമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് ആളുകൾ തന്നത്. റഹീം ഇത്രയും കാലം നിരപരാധിയാണ്. അപ്പോൾ ഇത്രയും വർഷം, ഒരു 18 വർഷത്തോളം അവിടെ കഴിഞ്ഞ് കൂടിയതിൻ്റെ ഒരു പിന്നെ നമുക്ക് വരും എന്നുള്ളൊരു പ്രയത്നം, ഒരു പ്രതീക്ഷ നൽകുകയാണിത്. അതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച റിയാദിലെ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിലെ അഷ്റഫ് വേങ്ങാട്ട്, അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റിയിലെ നാട്ടുകാർ, പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ റഹീം കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. റഹീം വിളിച്ചോ? റഹീം അരമണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായി, പിന്നെ ക്യാഷ് വല്ലതായോ എന്ന് പറഞ്ഞിട്ട്. റഹീം മിനിയാന്ന് വിളിച്ച സമയത്ത്, പെരുന്നാളിൻ്റെ തലേന്ന് വിളിച്ച സമയത്ത് നമുക്ക് വെറും 3 കോടി ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാനത് 10 കോടി ആയിരുന്നു പറഞ്ഞപ്പോൾ റഹീമിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്നെ വെറുതെ പറയുകയാണ്, ഇന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് പെരുന്നാളിൻ്റെ തലേന്ന് 5 കോടി കിട്ടിയിട്ടുണ്ട്. പെരുന്നാൾ പിറ്റേന്ന് 5.5 കോടി എത്തിയിട്ടുണ്ട്. അതിങ്ങനെ ക്രമേണ കൂടി നമുക്ക് ഇനി മുന്നിൽ 2 ദിവസം ഇനി ബാക്കിയാണ്. ആ ബാക്കിയാകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പൂർത്തീകരിച്ചു. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം. പൈസ സമാഹരിച്ച് കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ റഹീം എന്ത് പറഞ്ഞു? ഞാനിത് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൾ നോമ്പിലായിരുന്നു. ഞാനും നോമ്പ് നോറ്റിട്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഉമ്മ നോമ്പിലാണ്, ഇത് കഴിയുന്നവരെ, ഇത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ നോമ്പ് നോക്കുകയാണ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ വിളിക്കാം, ഏതായാലും വൈകുന്നേരം വിളിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടി ക്ലോസ് ആവുമെന്ന് പറഞ്ഞിട്ട്. ഏകദേശം പിന്നെ 1.5 മണിക്കൂർ മുന്നേ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം എത്ര ആവുന്നില്ല. ഒരു 30 കോടിയിൽ എത്തിയെന്ന് അറിയാം. ഞാൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോട് കൂടി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.